നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട കളക്ടറേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൻ്റെ മുമ്പിലാണ്. അരോമ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഞാൻ പത്തനംതിട്ടയിൽ വന്ന് ചില ഫുഡിനെ പറ്റി നല്ല ഫുഡ് ഇവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഒന്നാണ് ഈ അരോമ ഹോട്ടൽ. ഇവിടെ രാവിലെ ചെന്നാൽ നല്ല ചൂടുള്ള പൊറോട്ടയും നല്ല മീൻകറിയും കിട്ടുമെന്ന് അറിഞ്ഞു. അതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ സമയം 8:15 ഉള്ളൂ. നമുക്ക് അകത്തേക്ക് പോകാം. നമ്മളിപ്പോൾ അരോമ ഹോട്ടലിൻ്റെ ഉള്ളിലാണുള്ളത്. പൊറോട്ടയും മീൻകറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. സുഹൃത്തുക്കളെ, പൊറോട്ടയും മീൻകറിയും എത്തിയിട്ടുണ്ട്. പൊറോട്ട നല്ല നാടൻ പൊറോട്ടയാണ്. അതുപോലെ മീൻകറി കേരമീനാണ് ഇന്നത്തെ കറി. തേങ്ങ അരച്ച കറിയാണ്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. നമ്മളിതൊന്ന് കഴിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. കൊള്ളാം. ചുമ്മാ അല്ല ഇവിടെ ആൾക്കാർ പറഞ്ഞത് നല്ല മീൻകറിയാണെന്ന്. നല്ല മീൻകറിയാണ്. തേങ്ങരച്ച കറിയാണ്. ആവശ്യത്തിന് എരിവുണ്ട്, പുളിയുണ്ട്. ഇനി ഞാനിത് ഇതിലേക്ക് ഒഴിച്ചങ്ങ് കഴിക്കാൻ പോവാം പൊറോട്ടയിലേക്ക്. അല്പം ചാറും മീൻ്റെ ഒരു കഷ്ണം കൂടി എടുത്തിട്ട് കഴിക്കാം. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ഇത് ശരിക്കും നല്ലൊരു ചോയ്സാണ് കേട്ടോ. പത്തനംതിട്ടയിൽ ഇത്രയും നല്ല ടേസ്റ്റായിട്ട് മീൻകറിയും പൊറോട്ടയും കിട്ടുമെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട കളക്ടറേറ്റിന് നേരെ ഓപ്പോസിറ്റ് അരോമ ഹോട്ടലിലാണ് ഞാൻ. അരോമ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ വന്ന് ഈ പൊറോട്ടയും മീൻകറിയും കഴിക്കുന്നത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എന്നാൽ ഇത് ഒരു നല്ലൊരു ചോയ്സാണ്. പൊറോട്ടയും മീൻകറിയും, നല്ല ടേസ്റ്റുള്ള മീൻകറിയും പൊറോട്ടയും നമുക്ക് രാവിലെ ഇവിടെ കിട്ടും. തീർച്ചയായിട്ടും പത്തനംതിട്ട ഉള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ ഈ കഴിക്കാനിരിക്കുന്ന സ്ഥലം വളരെ വിശാലമായ സ്ഥലമാണ്. അതുപോലെ ഉള്ളിലും ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ ഫാമിലിക്ക് ഇരിക്കാനായിട്ട് പ്രത്യേക ക്യാബിനുകളും ഉള്ളിലുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ എടുത്തു പറയേണ്ട കാര്യം മുഴുവൻ നല്ല ക്ലീനായിട്ടാണ്. പ്രത്യേകിച്ച് കിച്ചണെല്ലാം വളരെ ക്ലീനായിട്ടാണ് ഇവർ സൂക്ഷിക്കുന്നത്. എൻ്റെ പേര് ശശി ഐസക്. എത്ര വർഷമായി? ഞാൻ 30 വർഷം കൊണ്ട് വിടുന്നു. 30 വർഷം. ഓക്കെ. ഇവിടെ ഞാനും പത്തനംതിട്ട വന്ന് അന്വേഷിച്ചപ്പം, നല്ല ഫുഡിനെ പറ്റി അന്വേഷിച്ചപ്പം പലരും പറഞ്ഞു ഇവിടെ പോയി പൊറോട്ടയും മീൻകറിയും കഴിച്ചു നോക്ക്. ഞാൻ വന്ന് കഴിച്ചു. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. സന്തോഷം. ഇവിടെ ഏതാ കൂടുതലും പോകുന്ന ഫുഡ് എങ്ങനെയാണ്? സാധാരണ രാവിലെ പൊറോട്ടയും അപ്പം, ഇടിയപ്പം, മീൻകറി, കടല, വെജിറ്റബിൾ, സാധാരണക്കാർക്കുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. അധികം വെറൈറ്റി ഇല്ല. 3-4 ഐറ്റംസേ ഉള്ളൂ. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നന്നായിട്ട് ചെയ്യാം. ഒത്തിരി വെറൈറ്റീസ് ഇല്ല, ഒരുപാടില്ല. ഈ ഹോട്ടലിൻ്റെ ഉടമയായ ശ്രീ ശശി ഐസക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡൻറ്റും അതുപോലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറിയുമാണ്. അതുപോലെ ഈ ഹോട്ടലിൻ്റെ പ്രവർത്തന സമയം രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ പൊറോട്ടയും മീൻകറിയും കഴിച്ചു കഴിഞ്ഞു. വളരെ നല്ല ടേസ്റ്റുള്ള പൊറോട്ടയും മീൻകറിയായിരുന്നു. ഇത് പത്തനംതിട്ട കളക്ടറേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഈ കിച്ചണിലൊക്കെ ഞങ്ങൾ കയറി നോക്കി. എല്ലാം നല്ല ക്ലീനാണ്. റെസ്റ്റോറൻറ്റ് വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. എല്ലാവർക്കും വന്ന് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഞങ്ങളുടെ പഴയ വീഡിയോകളും ഉണ്ട്. തീർച്ചയായും അത് കാണാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.